ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനലെടുത്ത് നോക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി എന്താണെന്നുള്ള പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടായിരിക്കും വന്നത്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ പേര് കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഞാൻ ഹിസാൻ, ഇതിൻ്റെ കോ ഹോസ്റ്റായി ഇത് അർഷക്. നമ്മൾ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ്, അതായത് കുറേ കാലങ്ങളായിട്ടുള്ളൊരു പ്ലാനാണ്. അത് രണ്ടുപേരുടെ ഉള്ളിലുള്ളായിരുന്നു. പക്ഷെ അത് രണ്ടുപേരുടെയും കൂടെ കൊളാബ് ആവുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ, എനിക്ക് തോന്നുന്നു മെയ്, നമ്മളെ ഒരു ഫ്രണ്ട് എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഫ്രീ തോട്ട്സ് ഞാൻ പറഞ്ഞ് അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അർഷക്കും അതുപോലെ തന്നെ അർഷക്കിൻ്റെ മനസ്സിലും അങ്ങ് പറഞ്ഞു. അർഷക്കും ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു ആദ്യം, പിന്നെ അത് രണ്ടുപേരെ ഡ്രോപ്പ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ പേര് അർഷക്. ഇവ പറഞ്ഞ പോലെ തന്നെ നമ്മള് പ്ലാൻ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ആലോചിക്കണ്ടായിരുന്നു. ഒരു ബേസിക്കലി നമുക്ക് നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, ഇതിനെപ്പറ്റിയൊക്കെ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഞാൻ വേറെ കുറേ ഫ്രണ്ട്സിനോടൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു വേവ് ലെങ്ത്ത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് രണ്ടാക്കോ ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമല്ലല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പം പറഞ്ഞ പോലെ നമ്മളൊരു ദിവസം ഇങ്ങനെ എയർപോർട്ടിൽ ഒരു ഫ്രണ്ടിനെ വിളിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ ബേസിക്കലി ഇവന്നെ പറഞ്ഞു, നമ്മളന്നിങ്ങനെ സംസാരിച്ചില്ലല്ലോ പോഡ്കാസ്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇതെന്താണ്, നമുക്കൊന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, ഓൻ്റെ മനസ്സിലുണ്ട്. രണ്ടാളും ഇങ്ങനെ എന്താണ് ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞാ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞത് ഓർമ്മയുള്ളൂ. പിന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി, അതായത് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് 2:30 വീട്ടിൽ പോയി. ഞാൻ അന്ന് രാത്രി തന്നെ അർഷക്കിന് മെസ്സേജ് അയച്ചു. നമുക്ക് പറഞ്ഞ കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിച്ചാലോ എന്നുള്ള രീതിയിൽ ആ മെസ്സേജ് അയച്ചു. അപ്പോൾ അർഷക്ക് പറഞ്ഞാൽ ശരിയാ, നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യം എനിക്ക് തോട്ട് വരാനുള്ള എന്താ പറയുക ആ ഒരു ഇതിലേക്ക് എത്തുന്നത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ മുന്നേ എനിക്ക് തോന്നുന്നു 2022 അങ്ങനെ കൊറോണ കഴിഞ്ഞ് കുറച്ച് ആ ടൈമിൽ, ആ സമയത്തൊന്നും പോഡ്കാസ്റ്റ് വലിയ ഇതിലല്ലല്ലോ. അപ്പോൾ ഞാൻ സ്പോട്ടിഫൈയിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ കേൾക്കലുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ടച്ച് ലൈൻ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഫുട്ബോൾ പോഡ്കാസ്റ്റ് ഉണ്ട്. അതായത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. അന്ന് പുള്ളി മാത്രമേ ഉള്ളൂ, ഫുട്ബോളായിട്ട് പറയുന്നതാണെങ്കിലും പുള്ളി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ കണ്ടില്ല. ഇപ്പോൾ നമ്മളന്ന് പറഞ്ഞതിന് ശേഷം തന്നെ കുറേ ആൾക്കാർ, ഈഗിൾ ഗെയിമിങ്, ശ്രീകാന്ത് വെട്ടിയാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിന് ശേഷം തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മളല്ല പോഡ്കാസ്റ്റ് കൊണ്ടുവന്നത് അല്ലാതെ പറയാണ്. അപ്പോൾ അതിനുശേഷം അന്നുള്ള ഒരു ആലോചന ആയിരുന്നു. ഒരു അന്ന് വീഡിയോ ആയിട്ട് യൂട്യൂബ് പോഡ്കാസ്റ്റ് അല്ല, ഒരു സ്പോട്ടിഫൈ എക്സ്ക്ലൂസീവ്ലി ഫോർ സ്പോട്ടിഫൈക്ക് വേണ്ടിയിട്ട് ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് മനസ്സിലുണ്ടായിരുന്നത്. പ്ലാൻ ചെയ്തൊന്നുമല്ല, അന്നൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഉള്ളിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം മാത്രമാണ്. അപ്പം അങ്ങനെ അന്ന് ഡ്രോപ്പ് ചെയ്തൊരു പ്ലാനാണ്. പിന്നീട് 1-2 ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിരുന്നു ഈ ഐഡിയ. അപ്പോൾ പറ്റുമോ, പ്രോത്സാഹനത്തിന് തന്നെ കുറവൊന്നുമില്ലല്ലോ, എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് വിടും. അപ്പം അന്ന് പറ്റുന്ന, പക്ഷെ അത് അന്ന് ആ മൈൻഡിൽ വിട്ട്. പിന്നെ റീസെൻ്റ്ലി നമ്മൾ പോകുമ്പോഴാണ് അന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അന്നത്തെ ദിവസം ലിറ്ററലി പറയുകയാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല. ഞാനുമില്ലേ, നമ്മള് രണ്ടാളും ഓൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഓൻ മാത്രം ഉറങ്ങാത്തതാണ്. എനിക്ക് വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ അയക്കുന്ന മെസ്സേജിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കാരണം ആ തോട്ട് ഭയങ്കര മനസ്സിലുണ്ട്. കാരണം ഈ ചിന്ത വന്നതിന് ശേഷം പിന്നെ എന്താണ് നമ്മളെ ചിന്ത വെച്ച് കഴിഞ്ഞാൽ, ഇതിനെന്തൊക്കെ വേണം, അല്ലെങ്കിൽ ഇതിനിപ്പോൾ നമുക്ക് എടുക്കാൻ സ്ഥലം വേണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. പിന്നെ ക്യാമറ വേണം, കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വേറെ ഒരു നമ്മൾ ബേസിക് സാധനങ്ങൾ മാത്രമേ തിങ്ക് ചെയ്യണുള്ളൂ. ക്യാമറ, എടുക്കാനൊരു സ്ഥലം, മൈക്ക്, ഇത് 3 മാത്രം നമ്മൾ ആലോചിച്ചിട്ടുള്ളൂ. അതും വളരെ ബേസിക് ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നുള്ളതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനൊരു ക്യാമറ ഒപ്പിച്ച് ഇവന്റെ ഒരു കസിന്റെ അടുത്തുനിന്നും അവന്റെ സിസ്റ്ററിന്റെ അടുത്തുനിന്നും ഒരു ക്യാമറ കിട്ടി. അതാണ് സെറ്റായില്ല, കിട്ടി. അങ്ങനെ ക്യാമറന്റെ പ്രശ്നം വെച്ചാൽ ക്യാമറക്ക് ചാർജർ ഇല്ല. അങ്ങനെ നമ്മൾ ചാർജർ വാങ്ങിച്ച് എല്ലാം സെറ്റായി. പിന്നെ ക്യാമറ വെക്കാൻ സ്റ്റാൻഡ് വേണമല്ലോ, അപ്പൊ നമ്മള് സ്റ്റാൻഡ് വാങ്ങിച്ചു. ബേസിക്കലി സ്റ്റാൻഡ് വേണം. സ്റ്റാൻഡായി. പിന്നെ സ്റ്റാൻഡായപ്പോ പിന്നുള്ളതെന്ന് വെച്ചാൽ ഇത് ലൈറ്റ് വേണമല്ലോ. അതായത് നമ്മള് വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് റോട്ടിൽ ഇറങ്ങി ചെയ്യാം, വീട്ടിൽ നിന്ന് ചെയ്യാം, എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇതിനൊരു പ്രോപ്പർ ലൈറ്റ് ഇല്ലാതെ നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് ഈ ഒരു സ്ഥലം കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. ഈ സ്ഥലം കിട്ടി. ഇതിന്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞ സ്ഥലമാണ്. വ്ളോഗ് നമുക്ക് എവിടെ നിന്ന് ചെയ്യാം, ക്യാമറ ആയിട്ട് നടന്നാൽ മതി. നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യുന്നതായോണ്ട് സ്ഥലം വേണം. സ്റ്റുഡിയോ നമ്മളെ കൊണ്ട് അഫോർഡബിൾ അല്ല. എന്തായാലും നമ്മൾ അന്വേഷിച്ചു, ഞാൻ 1-2 സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ
നമ്മളെ കൊണ്ട് അഫോർഡബിൾ അല്ല. ഹാർലി ചാർജൊക്കെ ആണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് അഫോർഡബിൾ അല്ല, അത് മനസ്സിലായി. അപ്പോൾ പിന്നെ അടുത്ത പ്രാക്ടിക്കലായിട്ട് അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാന്നുള്ള പ്ലാനിലെത്തി. കാരണം അത് സ്റ്റോപ്പ് ആവരുതല്ലോ. അത് സ്റ്റോപ്പായി. ഇനി എന്തായാലും ഈ ആഗ്രഹം മുന്നോട്ട് പോകില്ല. അപ്പോൾ രണ്ടുപേരുടെ ആഗ്രഹം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള രീതിയിൽ ഞാനും സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി, അർഷക്കും സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി. അതില് നമുക്കൊരു സ്ഥലം കിട്ടി. അങ്ങനെ ഒരു സ്ഥലം കിട്ടി. അർഷക്കറിന് ഒരു സ്ഥലം ഒപ്പിച്ച അവസാനം അർഷക്കറിന് ഒരു കാര്യം പറഞ്ഞത്. അങ്ങനെ നമുക്കൊരു സ്ഥലം കിട്ടി. സ്ഥലം കിട്ടിയപ്പോൾ അടുത്തത് ആ സ്ഥലം എങ്ങനെ നമുക്ക് ഷൂട്ടബിൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അതില് മെയിൻ പ്രശ്നം കണ്ട ഒന്ന് ലൈറ്റിങ്. നീ പറഞ്ഞ പോലെ ലൈറ്റിങ്ങിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ചെറിയൊരു ലൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നു ആദ്യം. അപ്പൊ ആദ്യം നമ്മൾ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിത്തെ ലൈറ്റും ഈ ചെറിയ ലൈറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താക്കാ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നമ്മൾ ഫസ്റ്റ് ക്യാമറ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ കണ്ടതോടെ നമുക്ക് മനസ്സിലായി ക്യാമറയും പ്രശ്നമാണ്, ലൈറ്റും പ്രശ്നമാണ്. അപ്പൊ മനസ്സിലായി. അപ്പൊ നമ്മള് മറ്റേ ലൈറ്റിനെ പറ്റിയൊക്കെ കുറെ നമ്മള് യൂട്യൂബിൽ അപ്പോഴാണ് കാണാൻ തുടങ്ങി. പിന്നെ ഫുള്ള് യൂട്യൂബിൽ സെർച്ചിങ് ആയത്. രണ്ടാളും ആദ്യം തന്നെ ഈ പേരിൽ ചാനലിന്റെ പേരിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ഗ്രൂപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, രണ്ടാളും ഉള്ളു. പക്ഷെ എന്നാലും അതിനകത്ത് തുടങ്ങി. പിന്നെ അതിനകത്ത് ഓരോ ലിങ്ക്സ് ആയി. അതായത് പോഡ്കാസ്റ്റ് തുടങ്ങാൻ എന്തൊക്കെ വേണം, എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണോ, വളരെ മിനിമലായിട്ട് തുടങ്ങാൻ കേട്ടോ. ഗ്രാൻഡായിട്ട് തുടങ്ങാനുള്ള എക്യുപ്മെന്റ്സ് ഏതെങ്കിലും ഒരു ആളെ കൺസൾട്ടന്റിന് ആരെ വിളിച്ചു കഴിഞ്ഞാൽ ആള് ചെയ്തു തരും. പക്ഷെ നമുക്ക് വളരെ ലിമിറ്റഡ് പൈസയും വെച്ചിട്ട് അത്രയും ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളൊരു ആ ഒരു റിസർച്ചായി. പിന്നെ ഞാൻ ബേസിക്കലി ഞാൻ ഡിസൈനറാണ്. ഡിസൈനിങ്ങും ഇ-കൊമേഴ്സും ചെയ്യാണ്. ഇവിടെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ അർഷക്ക് ഞാനൊരു ഓഡിയോളജിസ്റ്റാണ്. ബേസിക്കലി നമ്മളെ ഹിയറിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ സംസാര വൈകല്യ ആളുകൾ അവരൊക്കെ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു. അപ്പോൾ ഇവനും ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യും, ഞാനും ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് റിസർച്ച് ചെയ്യും. ചിലപ്പോൾ വർക്കിൽ കിട്ടുന്ന ഗ്യാപ്പിൽ ലഞ്ച് ബ്രേക്ക് അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ റീൽസ് തോണ്ടുന്നതിന് പകരം ഇത് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ രണ്ടാളും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോടും പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് 2-3 ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ തുടങ്ങിയാൽ അങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മൾ പ്രോത്സാഹനമാണല്ലോ, പ്രോത്സാഹനം കിട്ടാൻ വേണ്ടി ഞാൻ 2-3 ആൾക്കാരോട് പറഞ്ഞു. അപ്പോൾ ഒരു പഴയ സാധനം തന്നെ, നീ നിനക്കേ പറ്റൂ ആ സാധനം തന്ന് 2-3 ആൾക്കാർ അമിത പ്രോത്സാഹനം തന്ന് കയറ്റിവിട്ട് അതിൽ ഞാനും ഒന്ന് ബൂസ്റ്റായി. അങ്ങനെ ഞാൻ അർഷക്കിനോട് പറഞ്ഞു നമുക്ക് എന്തായാലും ചെയ്യണം. അങ്ങനെ ലൈറ്റ് വാങ്ങാൻ തുടങ്ങി. ആദ്യം നമ്മൾ വാങ്ങിച്ചൊരു മൈക്ക് വാങ്ങിച്ചു. ഒരു ചെറിയൊരു വളരെ ബേസിക് ബഡ്ജറ്റിലുള്ള ഒരു മൈക്ക് നമ്മൾ വാങ്ങിച്ചു. കാരണം നമുക്ക് 2 കാര്യം ഭയങ്കര നിർബന്ധമാണ്. ഒന്ന്, വീഡിയോ നല്ല ക്ലാരിറ്റി വേണം. രണ്ടാമത്തെ അതേപോലെ തന്നെ സൗണ്ടും. കാരണം ഏത് വീഡിയോയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഇത് രണ്ടും ഇല്ലാത്തത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്ലീസിങ് അല്ല. അതിൽ ഞാൻ ഇസ്നോ പറഞ്ഞു, ഇസോ നമുക്കൊരു മൈക്ക് വാങ്ങിക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഒരു അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉള്ള ഒരു മൈക്ക് ഉണ്ടാറിട്ട് അതിന്റെ മൈക്ക് വാങ്ങിച്ച് അങ്ങനെ നമ്മള് മൈക്ക് വെച്ചിട്ട് ആദ്യത്തെ വീഡിയോ എടുത്ത് അതിൽ നമുക്ക് മനസ്സിലായി ആ മൈക്ക് റെഡി ആവില്ല. കാരണം ഇപ്പൊ ഉള്ള സ്ഥലം റോഡ് സൈഡിലാണ്. അപ്പൊ അവിടുത്തെ ഹോണടി, പല സൗണ്ട്, കാറ്റിന്റെ സൗണ്ട്, എല്ലാ സൗണ്ട് വരുന്നുണ്ട്, ഫാനിന്റെ സൗണ്ട് എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു റിട്ടേൺ അടിക്കാൻ പറഞ്ഞപ്പോ അവൻ പറയാം റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഇതിന്. നമ്മള് പിന്നാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. അപ്പൊ റീപ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ. വെച്ചാൽ മൈക്കിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരും, അതല്ലാതെ റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ ഞാൻ ആദ്യം അർഷക്കിനോട് പറയുന്നുണ്ട്, അർഷക് അതിൽ ഓക്കെ. നമ്മൾ ആദ്യം തീരുമാനിച്ചെന്ന് വെച്ചാൽ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ചെയ്യണ്ട. അതായത് അത്യാവശ്യം ക്വാളിറ്റിയിൽ സാധനങ്ങളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ മാത്രം ചെയ്താൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ രണ്ടാൾ ആദ്യം എത്തി. കാരണം തിരക്കിട്ട് ചെയ്യണ്ട. കാരണം എനിക്ക് മെയിലാണ് കറക്റ്റ്, എനിക്ക് എൻ്റെ ഓർമ്മയിൽ മെയിലാണ്. അതിന് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, അതിപ്പോൾ സെപ്റ്റംബർ 1 അപ്പോൾ ആ ഒരു പീരീഡ് എത്രയും ടൈം എടുത്ത് ആക്ച്വലി ഈ ഒരു സെറ്റപ്പിലേക്ക് എത്താം. ഇതും വളരെ അടിപൊളിയാന്നല്ല പറയുന്നത്, വളരെ മിനിമം സെറ്റപ്പ്. അപ്പൊ അതിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുത്ത്. പിന്നെ അതേമാതിരി ക്യാമറ പ്രശ്നമായപ്പോൾ നമുക്ക് അടുത്ത വഴി നോക്കണം. അതായത് മൈക്കിന്റെ മാത്രം പ്രശ്നമല്ല, ക്യാമറക്കും പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ആദ്യം വിചാരിച്ച് ലൈറ്റിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണ് ക്യാമറ പ്രശ്നം. പക്ഷേ ക്യാമറ കുറച്ച് പഴയതാ, അപ്പൊ ലെൻസൊക്കെ അതിനനുസരിച്ചുള്ള പണി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലൈറ്റ് വാങ്ങാന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ലൈറ്റ് വാങ്ങിച്ചു. പിന്നെ ഈ സാധനത്തിന്റെ പേര് എന്തായിരുന്നു? സോഫ്റ്റ് ബോക്സ്. ലൈറ്റ് വാങ്ങിയപ്പോൾ മനസ്സിലായി ലൈറ്റ് കൊണ്ട് കാര്യമില്ല. കാരണം ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ലൈറ്റ് സ്കാറ്റർ ആയി പോകും. ഇത് റൂമാണ്, റൂമിൽ സ്വാഭാവികമായിട്ട് ഒരു ബൾബോ ട്യൂബോ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് സ്കാറ്റർ ആവും. അപ്പൊ അത് ഒരു സ്ഥലത്തേക്ക് കോർണറിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ സോഫ്റ്റ് ബോക്സിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ തുടങ്ങി.
കൊറേ തരം കൊറേ പഠിച്ചു, നമ്മളിതിനെ കൊറേ നമ്മൾ ലേൺ ചെയ്തു. അങ്ങനെ സോഫ്റ്റ് ബോക്സ് വാങ്ങിച്ചു. സോഫ്റ്റ് ബോക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ ബേസിക്കലി നമുക്ക് കുറേ പേഴ്സണൽ പരിപാടികളിൽ നമ്മൾ കുടുങ്ങി. കാരണം എല്ലാം സെറ്റപ്പ് ഒക്കെ ഓൾമോസ്റ്റ് നമുക്ക് റെഡി ആയി. നമ്മള് പിന്നെ ക്യാമറന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ക്യാമറ നമ്മൾ എന്തെടുക്കും എന്നുള്ള ഒരു ഓപ്ഷനിൽ. അപ്പൊ ക്യാമറ ഒരു അഡ്ജസ്റ്റ്മെന്റ് ക്യാമറ കിട്ടി, എന്താന്നുള്ളത് പറയുന്നത്. അപ്പൊ ആ ക്യാമറ കിട്ടി. പിന്നെ അതേമാതിരി കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിൽ എല്ലാവരും തിരക്കിലായി. അതായത് നമ്മളെ തന്നെ ഫ്രണ്ട്സിന്റെ കുറച്ച് കല്യാണങ്ങള്, അങ്ങനെ കുറച്ച് അത്യാവശ്യം ഒരു 3-4 കല്യാണം അടുപ്പിച്ച് വന്നപ്പോൾ അത് അത്രയും ബിസിയായി. പിന്നെ ഇതിലേക്ക് എന്തായാലും തിരക്കിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തിട്ട് വെറുതെ കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഒന്ന് സൈഡായി കഴിഞ്ഞ് ഒന്ന് അടങ്ങി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങാന്നുള്ള രീതിയിലെത്തി. അങ്ങനെ ആ ഒരു ടൈം എത്തിയപ്പോഴാണ് പിന്നെ നമുക്ക് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലെത്തി. പിന്നെ നമുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കലുണ്ട്. എനിക്കൊരു പേടി, നമുക്ക് തുടങ്ങണല്ലോ. അതെ, കാരണം കാരണം പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ രണ്ടാളും പറഞ്ഞ ആദ്യം തന്നെ നമുക്ക് അതിന് മുന്നേ കുറെ ഈ പ്ലാൻ ഉണ്ടായിരുന്നു. ഇത് മെല്ലെ മെല്ലെ പോകും. അപ്പൊ ഞാനഥവാ മെസ്സേജ് അയച്ചില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം, എന്ത് ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ, ഇത് എപ്പോഴേക്കും തുടങ്ങണം കേട്ടോ, ഇത് കഴിഞ്ഞാൽ നമ്മള് ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ പക്ഷെ അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് നമ്മള് രണ്ടാളും അങ്ങനെ കുറെ എഫേർട്ട് എടുത്തോണ്ടാണ് ഇപ്പൊ നമ്മളിവിടെ നിന്നിട്ട്. പിന്നെ രാത്രിയെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നാച്ചുറൽ ആയിട്ട് ഉണ്ട്. അപ്പോൾ രാത്രിയെ പോസിബിൾ ആയിട്ട് ഉള്ളൂ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ അല്ലാത്ത സമയം ഇപ്പോൾ സൺഡേ ഓഫാണ്, സൺഡേ രണ്ടാൾക്ക് ഷൂട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രശ്നം, നാച്ചുറൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലൈറ്റ് വെക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഒന്ന് ഫുൾ ഡാർക്ക് റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മോർണിംഗ് ഷൂട്ട് ചെയ്യാം. പക്ഷെ അവിടെ അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് നൈറ്റ് ആവണം എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ദിവസവും നൈറ്റ് എന്തെങ്കിലുമൊക്കെ ബിസി ആയിട്ട് അങ്ങനെ പോകും. അങ്ങനെ ഇതിലേക്ക് എത്തി. ഇനി പേര് ഒന്നു പറഞ്ഞു കൊടുക്കാം ഇതിലേക്ക്. പേരിനെ പറ്റി, പേരിന്റെ മുന്നേ നമുക്ക് ആദ്യം നമ്മളെ ടൈറ്റിൽ ഇൻട്രോ കണ്ടോട്ടെ. അതെ അതെ. അപ്പൊ ഇതാണ് നമ്മളെ ചാനലിന്റെ പേര്, ടിക്കി ടോക്ക. അപ്പോ ഫസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിന് താങ്ക്സ് പറയാനുണ്ട്. താങ്ക് യു അനുഭവ് for making this music. Anubhav is a great technician. He's a musician. He has sung a song recently called Punk. You can go check it out on Spotify and YouTube. He's a great artist. So Anubhav ഉണ്ടാക്കി തന്നതാണ് ഈ ഒരു ടൈറ്റിൽ മ്യൂസിക്. പിന്നെ ഇതിൻ്റെ ടൈറ്റിൽ ആനിമേഷൻ ചെയ്തു തന്ന എൻ്റെ ഒരു കൊളീഗാണ്, രാഹുൽ എന്നാണ് പേര്. അപ്പോൾ ഞാൻ പറഞ്ഞ പാടെ തന്നെ രാഹുലും അനുഭവും രണ്ടുപേരും വളരെ എക്സൈറ്റഡ് ആയിട്ട്, അതായത് ഇതിലുള്ള ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ആരോട് എന്ത് ഹെൽപ്പ് ചോദിച്ചോ അവരൊക്കെ 100% എഫേർട്ട് ഇട്ടിട്ട് ആ ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട്. എന്ത് കാര്യം അവരോട് പറയുകയാണെന്നുണ്ടെങ്കിലും അത് അപ്പം തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. അത് നമ്മളെക്കാട് ഉത്സാഹം ഓർക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പേരിലേക്ക് പിന്നെ എത്തിപ്പെട്ടെന്ന് വെച്ചാൽ ബേസിക്കലി ഞാനും അർഷക്കും ബാർസ ഫാൻസ് ആണ്, ഹാർഡ് കോർ ബാർസ ഫാൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചാനലാകുമ്പോൾ ഒരു ക്യാച്ചി നെയിം ഇടണമല്ലോ, അതൊരു മെയിൻ അട്രാക്ഷൻ ആണല്ലോ ചാനലിന്. ഞാൻ കുറെ തപ്പാൻ തുടങ്ങി, അർഷക്കും ഇതേപോലെ തപ്പുന്നുണ്ട്. അപ്പോൾ യൂഷ്വൽ ഈ ചളി പോഡ്കാസ്റ്റ് അങ്ങനത്തെ പേരിടണ്ടെന്നുള്ളൊരു മൈൻഡ് സെറ്റിലുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ തപ്പി വന്നപ്പോൾ ബാർസ ഫാൻസ് ആണല്ലോ, അപ്പോൾ ബാർസ റിലേറ്റഡ് നമ്മൾ ഇത് ഈ ചാനലിൽ കുറച്ച് അധികം ഫുട്ബോളിനെ പറ്റി അധികം ചിലപ്പോൾ ചർച്ച ചെയ്തേക്കാം. സിനിമ ഫുട്ബോൾ ഫാൻസ് ആണ് രണ്ടാളും, സിനിമ എല്ലാം കാണുന്ന ആൾക്കാരാണ്, അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതല്ലാതെ വേറെ ജനറൽ കാര്യങ്ങളൊക്കെ വരും, അതെന്താന്നുള്ളതൊക്കെ പിന്നെ ഇത് ആദ്യം ഇതിന്റെ റെസ്പോൺസും കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് ബാക്കി അടുത്തതിലേക്ക് നീങ്ങാമല്ലോ. അപ്പോൾ അങ്ങനെ തപ്പിയപ്പോൾ ബാർസ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് കണ്ടപ്പോൾ ഈ ഫുട്ബോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാണ്, ഈ ടിക്കി ടാക്ക എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ഫുട്ബോൾ പ്ലേയിങ് സ്റ്റൈലാണ് ടിക്കി ടാക്ക എന്ന് പറയുന്നത്. പാസ് ചെയ്ത് പൊസിഷൻ ഗെയിം ഒക്കെ വിളിച്ചിട്ട് ഒരു ട്രയാങ്കുലർ പാസിംഗ് മോഷനിൽ കളിക്കുന്ന ഒരു ഗെയിം, അതിൻ്റെ ഒരു സ്റ്റൈലാണ് ടിക്കി ടാക്ക എന്നുള്ള പേര്. അത് TIKI എന്നാണ്. അപ്പോൾ അത് ഒരു ക്യാച്ചി നെയിമാണ് ടിക്കി ടാക്ക. അപ്പോൾ ആസിഫ് അലിന്റെ ഒരു സിനിമ വരെ വരുന്നുണ്ട് ടിക്കി ടാക്ക എന്നുള്ള പേരിൽ. അപ്പോൾ ആ പേരിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ടിക്കി ബേസിക്കലി സംസാരമാണല്ലോ, അപ്പോൾ ടോക്ക് ടിക്കി എന്ന് പറഞ്ഞാൽ പിന്നെ ടോക്ക്, നമ്മൾ ബേസിക്കലി സംസാരിക്കുന്ന ആൾക്കാരെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ സംസാരമാണ്. അപ്പോൾ ടിക്കി ടോക്ക് എന്നായി, പിന്നെ ടോക്കാന്നാവണല്ലോ. അപ്പോൾ അർഷക്കിന്റെ ഫസ്റ്റ് ലെറ്റർ എ ആണ്, എന്റെ ഫസ്റ്റ് ലെറ്റർ H ആണ്. അപ്പൊ ടിക്കി ടോക്ക അത് കംപ്ലീറ്റ് ആയി. അപ്പൊ ആ പേര് ഞാൻ ഫസ്റ്റ് അർഷക്കിനെ പറഞ്ഞപ്പോ തന്നെ അർഷക്ക് ലോക്കായി, ഞാനും ലോക്കായി. നമുക്ക് ഇനി പറഞ്ഞ ഉടനെ എനിക്ക് സ്ട്രൈക്ക് ആവും. ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കാതെ തന്നെ ആ AH വന്നു. നമ്മള്
ബേസിക്കലി അങ്ങനെ പ്ലേസ് ചെയ്തതല്ല. അപ്പൊ എച്ചിന്റെ ആവശ്യമില്ല ആക്ച്വലി, എച്ചില്ലെങ്കിലും ടിക്കറ്റ് ഒക്കെ കംപ്ലീറ്റ് ആണ്. പക്ഷെ എന്നാലും പറയണ അവർ എച്ച് അവിടെ ഇട്ട്, അത് ഉള്ളതുകൊണ്ട് ആർക്കും ഗുണമില്ല ദോഷമില്ല എന്ന് പറഞ്ഞ പോലെ ആ എച്ച് ഇട്ടിട്ട് ആ പേര് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ ആ ഡിസൈനർ ആയതുകൊണ്ട് ലോഗോ ഉണ്ടാക്കാൻ വലിയ പണി ഉണ്ടായിരുന്നില്ല. ലോഗോ വലിയ കോംപ്ലിക്കേറ്റഡ് ലോഗോ അല്ല, കണ്ടാൽ മനസ്സിലാവും. വെരി സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോഗോ ആണ്. പിന്നെ ബാർസലോണന്റെ ഒരു കളറും ഒരു ബ്ലൂ, യെല്ലോ, റെഡ്, ആ ഒരു 3 കളറും ഇൻക്ലൂഡ് ചെയ്തിട്ട് ബ്ലോഗറാണ് ആ കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ ലോഗോ അങ്ങനെ ചെയ്ത് കംപ്ലീറ്റ്ലി. പിന്നെ കുറെ ചാറ്റ് ജിപിടിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ചാറ്റ് ജിപിടി ഇല്ലാതെ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഇല്ലാതെ നടക്കൂല. അപ്പോൾ ചാറ്റ് ജിപിടിയിലും കുറെ സജഷൻസ് ഒക്കെ ചോദിച്ച് പല കാര്യങ്ങളിലും പലതിനുമായിട്ട്, ഈവൻ ഈ ക്യാമറ, ഈ സെറ്റപ്പ് എല്ലാത്തിനും വേണ്ടിയിട്ടും വരെ ചാറ്റ് ജിപിടിയിൽ ഞാൻ കുറെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ലോഗോ മാത്രം ഇടുന്നതുകൊണ്ട് കാര്യമില്ല. അങ്ങനെയാണ് ഞാൻ അനുഭവിനെ ഞാൻ എന്താ പറയാ, ഞാൻ ബോംബെ എനിക്കൊരു 5-6 ട്രാക്ക് എന്ന് പറയില്ല, ഒരു 10 സെക്കൻഡ് ഞാൻ പറഞ്ഞു ഓൾറെഡി. അനുഭവിന് ഞാൻ കൊടുത്ത ഇൻസ്ട്രക്ഷനത്തോളം ഒരു 10 സെക്കൻഡ് ഉണ്ടാവുള്ള ഒരു ഇൻട്രോന്റെ മ്യൂസിക് ആണ്. അപ്പൊ അത് കുറച്ച് ക്യാച്ച് ആവണോ, യൂഷ്വലി ഉള്ള ടെംപ്ലേറ്റിൽ നിന്നും മാറിയിട്ട് ഒരു സാധനം ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അനുഭവിനോട് പറഞ്ഞപ്പോൾ അനുഭവ് എക്സ്ട്രീംലി ഹാപ്പി. കാരണം അനുഭവിനെ ഞാൻ മീറ്റ് ചെയ്യുന്ന ബോംബെ നിന്നാണ്. ഞാനൊരു കോൾപ്ലേന്റെ കോൺസേർട്ടിന് പോയപ്പോൾ മീറ്റ് ചെയ്തതാണ്. അനുഭവ് ആക്ച്വലി ആസാമുകാരനാണ്, പക്ഷേ മുംബൈയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ മ്യൂസീഷ്യനാണ്, അടിപൊളി കീബോർഡ് ആർട്ടിസ്റ്റ് ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പാട്ട് പാടി റിലീസ് ചെയ്തിട്ടുണ്ട്, പങ്ക് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ഞാൻ ഞങ്ങൾക്ക് അയച്ചു തന്നില്ല, ഞാൻ അയച്ചു തരാം. പങ്ക് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടി മ്യൂസിക് ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിലുണ്ടാവില്ല, പ്രീമിയത്തിലുണ്ട്, സ്പോട്ടിഫൈയിലൊക്കെ ഉണ്ട്. അപ്പോൾ അനുഭവിനോട് പറഞ്ഞ ഉടനെ തന്നെ അനുഭവ് കുറച്ച് ദിവസം സമയം എന്താ ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അനുഭവം അത് ചെയ്തു തന്നു. ഇതൊക്കെ വളരെ ഇനീഷ്യൽ സ്റ്റേജിലാണ്. ടെക്നിക്കലി ഉള്ള സാധനങ്ങൾക്ക് മാത്രം അത്യാവശ്യം ടൈം എടുത്തിട്ടുള്ളൂ. അതല്ലാത്ത കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ആവേശത്തിന്റെ പുറത്ത് ചെയ്തതാണ്. അത് മ്യൂസിക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മ്യൂസിക് മാത്രം പോരല്ലോ, ഒരു ലോഗോ കാണിച്ച് ജസ്റ്റ് മ്യൂസിക് എന്നുള്ളതിനേക്കാളും ഒരു ആനിമേഷൻ, ടൈറ്റിൽ ആനിമേഷൻ വേണം. അപ്പം എനിക്ക് ആനിമേഷൻ അറിയില്ല. അപ്പോൾ എൻ്റെ കൊളീഗുണ്ട് രാഹുൽ. അപ്പോൾ രാഹുൽ ഇതേപോലെ ചെറിയ 3D ഗ്രാഫിക്സ് ആനിമേഷനൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ രാഹുലിനോട് പറഞ്ഞപ്പോൾ രാഹുലും ഓക്കെ. രാഹുൽ പ്രോപ്പറായിട്ട് ആനിമേഷൻ ചെയ്യൂല, പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് നോക്കി പഠിച്ച് ചെയ്തു തന്നാ. എനിക്ക് യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ഒക്കെ നോക്കിയിട്ട് ചെയ്തതാണ്. അങ്ങനെ ആ ടൈറ്റിൽ ആനിമേഷനും ചെയ്തു, അത് അങ്ങനെ റെഡിയായി. അപ്പോൾ ടൈറ്റിൽ ആനിമേഷനുമായി പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ തുടങ്ങും, എന്ത് ചെയ്യും, എങ്ങനെ സംസാരിക്കും. നമുക്ക് ആ ആവേശം സ്റ്റാർട്ട് ഇപ്പൊ ക്യാമറ നോക്കി സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാട്ടോ. ഇതിപ്പോ തിരിഞ്ഞിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ കുറെ നേരമാണ് സംസാരിക്കുക. പക്ഷെ ക്യാമറയിൽ നോക്കിയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ വളരെ, ഇത് എങ്ങനെയാണ് ഈ ആൾക്കാരൊക്കെ സംസാരിക്കുന്നത്, നമ്മള് കോൺഷ്യസ് ഉണ്ട്. ആണോ എന്തോ പ്രശ്നമുണ്ടോ, ഭയങ്കര കോൺഷ്യസ്. അല്ല, നമ്മള് പൊതുവെ പറയുന്ന കാര്യമാണ് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഒരു ക്യാമറ ആയിട്ട് ഇറങ്ങിയാൽ മതി, പരിപാടി കഴിഞ്ഞു. പക്ഷെ അത് വളരെ ഹാർഡായിട്ടുള്ള പരിപാടിയാന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങൾ മനസ്സിലാവും. കാരണം നമ്മളെ എങ്ങനെ വന്നാലും നമ്മളെ മുന്നിൽ ക്യാമറ ഉണ്ട് എന്നുള്ള ആ ഒരു കോൺഷ്യസ്നെസ് എപ്പോഴും ഭയങ്കരമായിട്ട് ഉണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ടോപ്പിക് വേണം, അത് നമ്മൾ സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് വേണമല്ലോ. ഞാൻ പറഞ്ഞു നമ്മൾ പിന്നെ ആദ്യം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിചാരിച്ചത് കംപ്ലീറ്റ്ലി ഫുട്ബോൾ റിലേറ്റഡ് ആവാന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ തീരുമാനിച്ചത്. പിന്നെ രണ്ടാക്കും ഒരു തോട്ട് വന്ന് അങ്ങനെ ഫുട്ബോൾ മാത്രം ആവണ്ട, കാരണം അത് നമ്മളെ എല്ലാത്ത കാര്യങ്ങളും പലതും സംസാരിക്കുന്ന പല കാര്യങ്ങളും സിനിമ എപ്പോഴും കാണാൻ പോകുന്ന ആൾക്കാർ അധികം നമ്മളെപ്പഴാ നോക്ക്. നമ്മൾ അതിനെപ്പറ്റി അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ സിനിമ കണ്ട് നമ്മളെ ഫാസിലൊക്കെ പറഞ്ഞ പോലെ മറക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനല്ല, അതിനെപ്പറ്റി പിന്നെ വീണ്ടും ആൾക്കാരാണ്. അപ്പൊ ഞാൻ അർഷക്കിനോട് പറഞ്ഞു ഇത് മാത്രം ഫുട്ബോൾ മാത്രം നമുക്ക് ജനറൽ ടോപ്പിക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. സിനിമ എന്ന് മാത്രമല്ല കേട്ടോ, സിനിമ ഇപ്പോൾ ഒരു ടോപ്പിക് ഉള്ളതുകൊണ്ട് സിനിമ എന്ന് പറഞ്ഞതാണ്. അതല്ലാതെ എന്ത് ജനറൽ ടോപ്പിക് ആയാലും എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ ആണെങ്കിലും ജസ്റ്റ് നമ്മുടെ ഒപ്പീനിയൻസ്, അതായത് നമ്മള് വലിയ എക്സ്പേർട്സ് അല്ല. എനിക്ക് ആകെ ഒരു ഡിഗ്രി ഉള്ളൂ, അർഷക്കിന് അതേപോലെ തന്നെ വലിയ വലിയ PhD എടുത്ത് സംസാരിക്കുന്ന ആൾക്കാരൊന്നല്ല. അപ്പൊ അത് വളരെ ലിമിറ്റഡ് നോളജ് ഉള്ള ആൾക്കാരാണ് രണ്ടാൾക്കാരും. അപ്പൊ എന്തെങ്കിലും ടോപ്പിക് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്സ് എപ്പോഴും ഉണ്ടാവും. അതിപ്പോ എന്ത് ഹോട്ട് ടോപ്പിക് സംസാരിച്ചു കഴിഞ്ഞാലും അതിനെപ്പറ്റിയുള്ള മിസ്റ്റേക്സും കാര്യങ്ങളും, കാരണം നമ്മളെ ഒപ്പീനിയൻസേ ഷെയർ ചെയ്യുന്നുള്ളൂ. എന്തായാലും ഇങ്ങനെയാണ് എന്നുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നില്ല, എങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ, ഇതാണ് ഫാക്ട്. നമ്മളെ നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ടുള്ള നമ്മളെ അറിവുകൾ വെച്ചിട്ടുള്ള നമ്മളെ ഒപ്പീനിയൻ മാത്രമേ നമ്മൾ പറയുള്ളൂ. അതെ,
പിന്നെ ചില സമയത്ത് അർഷക്ക് മണ്ടത്തരം പറയായിരിക്കും, ചില സമയത്ത് ഞാൻ മണ്ടത്തരം പറയായിരിക്കും. അതൊക്കെ സഹിക്കേണ്ടി വരും. അതല്ല, അത്ര ബുദ്ധിയുള്ള ആൾക്കാരല്ല, കുറച്ച് താഴ്ന്നു ചിന്തിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങണല്ലോ. ആകെ ഒരു പ്രതീക്ഷ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാല് പുറത്ത് ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉള്ളിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവും. പുറത്തിറങ്ങിയ ശത്രുക്കളാണെങ്കിലും ഇതിന്റെ ഉള്ളിൽ നിന്നൊരു ബോണ്ടിൽ പോയില്ലെങ്കിലും പണിയാവല്ലോ. അതെ, നമ്മള് ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ 2-3 ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ എന്റെ 2 സിബ്ലിങ്സ്. അല്ല, പിന്നെ മൈക്കിന്റെ വേണമെങ്കിൽ പറയാം. നമുക്ക് വിട്ട് പറയാം. മൈക്ക് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോ ഹോളി ലാൻഡിന്റെ മൈക്കാണ്. കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒരുപാട് പോഡ്കാസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ. പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ആ കോല്, മൈക്ക്, ആ സ്റ്റാൻഡ് ഒക്കെ വേണ്ടി വരും. അത് ഞാൻ അടുത്തൊരു പോഡ്കാസ്റ്റിൽ കണ്ട് ഒരു ചങ്ങായി ചെയ്തെന്താ എന്താ വെച്ച് കഴിഞ്ഞാല്, അവൻ പറയും പോഡ്കാസ്റ്റ് പറഞ്ഞാൽ തന്നെ ഇപ്പൊ ഫസ്റ്റ് ചിന്ത എന്താ വെച്ചാൽ ആ മൈക്ക് വേണം. മൈക്ക് അപ്പൊ ഇവൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല് ഇവൻ ബേസിക്കലി ഇതേപോലത്തെ എനിക്ക് ഹോളി ലാൻഡിന്റെ പുതിയ ലാർക്കിന്റെ പുതിയ ഒന്ന് ഇറങ്ങിയിരിക്കുന്നു, അത് പറ്റാണ് ഇവന് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇവൻ പറയാണ് ഞാൻ ഈ മൈക്ക് വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു പോഡ്കാസ്റ്റിന്റെ ഫീല് കിട്ടാൻ വേണ്ടി മൈക്ക് വെച്ച് ശരിക്കും യൂസ് ചെയ്യുന്നത്. അതെ, അപ്പോ ഇതെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ കൺവീനിയന്റ് ആണ്. സൗണ്ട് ബേസിക്കലി രണ്ടാളെ ശബ്ദവും കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ആ മൈക്കൊന്നും ഇല്ല, നമുക്ക് ഭാവിയിൽ അതിനെ പറ്റിയൊക്കെ ആലോചിക്കാം. സ്റ്റാൻഡും മൈക്കൊക്കെ വരും. പിന്നെ ഗസ്റ്റിനൊക്കെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. ഞാൻ ആക്ച്വലി ഈ കാര്യം 1-2 ആൾക്കാരോട് പറഞ്ഞപ്പോൾ തന്നെ ഞാനോട് പറഞ്ഞു, അതായത് ഗസ്റ്റ് വേണോ എന്നുള്ള രീതിയിൽ എന്നോട് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത്. അപ്പൊ ഗസ്റ്റ് ഒന്നും വരാനുള്ള ആയിട്ടില്ല, അത് നമ്മള് സംസാരിച്ചിട്ട് ഇത് റെഡി ആവട്ടെ. 2 പ്രശ്നമുണ്ട്. ഒന്ന്, സെറ്റപ്പ് ഗസ്റ്റിനെ കൊണ്ടുവരാൻ പറ്റിയ സെറ്റപ്പ് അല്ല. നമുക്ക് ചിലപ്പോ നമ്മൾ അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണ് നമുക്ക് കൊണ്ടുവരാം, കാരണം ഓരോ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. പക്ഷെ ഒരു വലിയ ഗസ്റ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഗസ്റ്റിനെ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് നമ്മൾ ആ പ്രോപ്പർ ഇത് കൊടുക്കണ്ടേ. അപ്പം നമ്മള് അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്, നമ്മള് ഫസ്റ്റ് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിനും ഫെമിലിയർ അല്ലല്ലോ. ഫെമിലിയർ അല്ലാത്ത കാര്യത്തിൽ വെറുതെ ഒരാളെ വന്നിട്ട് നമ്മൾ രണ്ടുപേരും ഉണ്ടാകുന്നിട്ട് കാര്യങ്ങൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോ അത് പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു സാധനം നമ്മളല്ലേ വേറെ ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവരെ നമ്മള് ഡിസപ്പോയിന്റഡ് ആക്കരുത്. അതെ, അപ്പൊ മൈക്കിന്റെ സജഷനും അർഷക്കിന്റെ 2-3 ഫ്രണ്ട്സിനോ ചോദിച്ച്, അർഷക്കിന്റെ ഒരു ഫ്രണ്ട്, നമ്മളൊരു മ്യൂച്വൽ ഫ്രണ്ട് ഇതേമാതിരി ഒരു ചാനൽ നടത്തുന്നുണ്ട്. അപ്പൊ അവനോട് ഒപ്പീനിയൻ ചോദിച്ചപ്പോ അവന് ഇതേമാതിരി ഹോളി ലാൻഡ് ചോദിച്ച ആൾക്കാരൊക്കെ ഹോളി ലാൻഡ് തന്നെ എല്ലാരും പറഞ്ഞത്. അതിൽ നമുക്ക് നല്ലൊരു നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിൽ നമുക്ക് മൈക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞു. അതിന് നമ്മളൊരു കസിന് ഹെൽപ്പ് ചെയ്തു. അതിനോട് മൈക്ക് കിട്ടിയിട്ട് കുറേ കാലം മൈക്ക് വീട്ടിൽ വെറുതെ കിടക്കായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ പേഴ്സണൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായതുകൊണ്ട് നമ്മൾ കുടുങ്ങി. അങ്ങനെ അപ്പം നമ്മളൊരു ടൈം ബേസിക്കലി ഈ സ്ഥലം പറഞ്ഞു, ഞാനും പറഞ്ഞു നമുക്ക് ഒരു ടൈം നോക്കാം, ആ ടൈമിൽ നമുക്ക് സെറ്റാക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ അന്നേ പറയുന്നത് നമ്മള്, കാരണം ചെയ്യാതെ നമ്മള് എന്തായാലും അവിടെ കുറെ മിസ്റ്റേക്സ് വരാം, കുറെ പ്രശ്നങ്ങൾ വരാം. പക്ഷെ ആ മിസ്റ്റേക്സ് അറിയണമെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ആ സമയത്ത് ഈസാനൊരു ഇത് പറഞ്ഞു, നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് വീഡിയോ എടുത്തു വെക്കാം. വീഡിയോ നല്ലത് അല്ലെങ്കിൽ നമുക്ക് ചീത്ത കിട്ടും. നമുക്ക് പറ്റിയ പണിയാണെങ്കിൽ നമ്മള് ചെയ്താൽ മതിയല്ലോ. അല്ല, അപ്പൊ ആരോ പറഞ്ഞല്ലോ വീഡിയോ എടുത്തിട്ട് ഫോണിൽ വെക്കാനാണെങ്കിൽ ഫ്രണ്ട് ഓഫീസ് വീഡിയോ എടുക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച, അതായത് ചെയ്ത് നോക്കാം, ചെയ്തിട്ട് ഇടാ. പിന്നെ തൊലിക്കട്ടി കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും പല ആൾക്കാർ കളിയാക്കും, പലതും പറയും, അതൊക്കെ കേൾക്കേണ്ടി വരും. പക്ഷെ ഒക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടാവുള്ളൂ ആ കേക്കലൊക്കെ, പിന്നീട് ഉണ്ടാവില്ലല്ലോ. അത് സ്ഥിരം ചെയ്യുന്നതാകുമ്പോൾ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതൊക്കെ ആർഷക്കിനെ പറഞ്ഞിട്ടുണ്ട്. ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള ഞാൻ ആദ്യം പറഞ്ഞു. അപ്പൊ അർഷക്ക് അതിൽ ഓക്കെയാണ്. അർഷക്കിന് പിന്നെ ഉളുപ്പ് കുറച്ച് അപ്പൊ അർഷക്കും അതിൽ ഓക്കെയാണ്. അങ്ങനെ നമ്മള് രണ്ടുപേരും അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി. അതെ, അതാണിത്. അതെ. അപ്പൊ ഞാൻ എന്റെ 2 സിബ്ലിങ്സിനോ പറഞ്ഞു, പിന്നെ ഉമ്മനോടൊക്കെ പോയിട്ട് ഇത് പോഡ്കാസ്റ്റാന്ന് പറഞ്ഞ പോഡ്കാസ്റ്റ് എന്താന്ന് അറിയില്ല. അപ്പൊ വന്നിട്ട് അയച്ചു കൊടുക്കാന്നുള്ള. അതെ, ഞാനും അതേപോലെ തന്നെ ഞാനും എല്ലാവരോടും പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് ബേസിക്കലി ഞാൻ പറയില്ല, ക്യാമറ ആവശ്യം ഉണ്ടായിരുന്നു, മൈക്കും ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2 ആൾക്കാരോട് ഇത് 2 എന്തിനാന്ന് പറയാതെ നമുക്ക് നിവർത്തില്ല. അപ്പൊ അവരോട് പറയേണ്ടി വന്നു. എല്ലാരും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എല്ലാരും സപ്പോർട്ടീവാണ്. തുടങ്ങി നോക്കി എന്താന്നുള്ളത് അറിയാം. കാരണം കുറെ പോഡ്കാസ്റ്റുകൾ കാണുന്നുണ്ട്. എല്ലാവർക്കും പോഡ്കാസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് അറിയാം. കാരണം എല്ലാരും
ആ ഒരു ഡിജിറ്റൽ മീഡിയയിൽ ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും ഫെമിലിയർ ആണ് ഭയങ്കര. പിന്നെ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റീവ് ആവും എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഫോണിലെ സ്ക്രീൻ ടൈം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാലോ, സ്ക്രീനാണ്. ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ ബോറടി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഇപ്പോൾ ബോറടിക്കൽ എപ്പോഴാന്ന് വെച്ചാൽ റീൽസ് കണ്ട് മടുത്തിട്ട് ബോറടിക്കലാണ്. അതല്ലാതെ ഒരു ബോറടിപ്പില്ലല്ലോ. കുട്ടികൾക്കാണെങ്കിൽ വരെ ടി വി കാണുക, ഫോണിൽ കളിക്കുക. അപ്പൊ നമ്മളെ സമയം കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് യൂട്യൂബിൽ ഇടുമ്പോൾ നിങ്ങളുടെ സമയം കുറച്ച് പ്രൊഡക്റ്റീവ്നെസ് കുറയാൻ വേണ്ടിയിട്ട് കൂടെ എന്ന് പറയുവാണെങ്കിൽ. അല്ല അതിപ്പോ ഞാൻ നീ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൊ നമ്മളിങ്ങനെ ആദ്യം എന്ത് സംസാരിക്കും നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. കാരണം ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ് നമുക്ക് ആദ്യം തന്നെ നമ്മളെത്ര ഈ ഒരു സാധനം തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫേസ് ചെയ്ത്, കാരണം എൻ്റെ അടുത്തിൽ ബേസിക്കലി നമ്മൾ നല്ലോണം കുറേ ബുദ്ധിമുട്ടുകൾ കൂടെ നമ്മൾ പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ സംസാരിക്കാൻ നമുക്കൊരു ഇത് വന്നത്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചാൽ നീ എന്തിനാ തുടങ്ങി, നീ പറയാറ്. അപ്പോൾ ഞാൻ ഈസിനോട് തന്നെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി നമ്മൾ കുറേ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഒരു ടോപ്പിക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുകയാണെങ്കിൽ, ആരുടെ മുമ്പിൽ സംസാരിക്കുകയാണെങ്കിലും എന്തെങ്കിലും കുറച്ച് അറിവില്ലാതെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊന്നും പറ്റൂല. അപ്പോൾ ഏതെങ്കിലും ടോപ്പിക് ആണെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കും. അപ്പോൾ ഈ പോഡ്കാസ്റ്റിനെ പറ്റി നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കുറേ ലൈറ്റിങ്ങിനെ പറ്റി പഠിച്ചു, സൗണ്ടിനെ പറ്റി പഠിച്ചു, അതേപോലെ തന്നെ മൈക്ക്, അല്ലെങ്കിൽ ഈ നമ്മളെ ഉപയോഗിക്കുന്ന നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ച് സോഫ്റ്റ് ബോക്സാണ്, അതേപോലെ തന്നെ നമ്മൾ കുറേ സാധനങ്ങൾ അംബ്രല അല്ലെങ്കിൽ സോഫ്റ്റ് ബോക്സിന് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ്, ലൈറ്റിൻ്റെ തന്നെ കുറേ അഡ്ജസ്റ്റ് ചെയ്യണ ലൈറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച്. അപ്പം ഇതന്നെയാണ് ബേസിക്കലി നമ്മളൊരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒന്ന് നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ പ്രൊഡക്റ്റീവ് ആവാം, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പ്രൊഡക്റ്റീവ് ആവാം. കാരണം ഫ്രീ ടൈം അത്യാവശ്യമുള്ള ആൾക്കാരാണ് രണ്ടുപേരും. അതെ, നമ്മൾക്ക് അങ്ങനെ ഒരു ടൈംലി ജോബുള്ള ആൾക്കാരുണ്ടാവും. ഞാൻ ആദ്യം അങ്ങനെ അല്ലായിരുന്നു, ഇപ്പം കുറച്ചും കൂടെ ഭയങ്കര ടൈമിലേ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് കുറെ ടൈം ഉണ്ട്, അധികം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യല് ഫ്രണ്ട്സുകളായിട്ട് പുറത്തു പോവാ, സംസാരിക്കുക, ഇതൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് വെറുതെ കുറെ ടൈമുകൾ നമ്മൾ മൊബൈൽ കണ്ടിട്ട് സീരീസ് കാണുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണലാണ്. അപ്പൊ അത് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആക്കാന്നുള്ള ഉദ്ദേശമാണ് മെയിൻ. അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്കും നമ്മൾ പറയണത് എന്തെങ്കിലും ഗുണം ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഇനിയിപ്പോ അത് ഗുണമൊന്നും ഇല്ലാത്താണെങ്കിലും നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് അത്രയും എന്തെങ്കിലും എന്റർടൈൻമെന്റിലെങ്കിലും തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയും നമ്മളിങ്ങനെ കുറെ, നമുക്ക് ആദ്യം വേറൊരു നിർബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഗുലർലി വീഡിയോസ് ഇടാൻ പറ്റണം. അതിപ്പോ ഞാൻ ഇതിന് മുമ്പിൽ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു കമ്മിറ്റ്മെന്റ് പ്രോമിസ് ആയി. അപ്പൊ പിന്നെ നമുക്ക് അപ്പൊ അതുകൊണ്ടാണ് പറയണം. അപ്പം നമ്മള് ഒരു റെഗുലർ ഇന്റർവെല് നമ്മൾ പറയാം. ഞാൻ അതിപ്പം പറയില്ല, റെഗുലർ ഇന്റർവെല് വീഡിയോസ് ചെയ്യണം. നമുക്ക് എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ എന്താവും, എങ്ങനെ ചെയ്യുന്നൊക്കെ ഉള്ളത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനൊക്കെ എത്ര ടൈം വേണം, അപ്പൊ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യണം. അതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത്, എഡിറ്റർ, ഡിസൈനർ, നമ്മൾ തന്നെ. അപ്പൊ അത് എത്ര ടൈം എടുക്കും, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് പോസിബിൾ ആണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എത്ര ഇന്റർവെല് പോസ്റ്റ് ചെയ്യണം തന്നെയാണ്. അതിപ്പോ എന്തായാലും എന്ത് കാര്യമായാലും അങ്ങനെയാണ് ആഗ്രഹം. എന്ത് വേണമെങ്കിലും കമന്റിൽ വേണമെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണതിന്റെ മാക്സിമം നമ്മൾ ചെയ്യും. അതായത് അതിനകത്ത് എന്തെങ്കിലും കാമ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒപ്പീനിയൻ എടുക്കും. അതായത് ഇപ്പൊ ഒറ്റയടിക്ക് നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയിരുന്നിട്ട് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ തന്നെയാണ് ആഗ്രഹം. ആ ലെവലിലേക്ക് എത്തണം, പ്രോപ്പറായിട്ട് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യണം. ആ സ്റ്റാൻഡും മൈക്കൊക്കെ വേണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. പക്ഷെ അതിലേക്ക് എത്താനും ഒരുപാട് സമയം എടുക്കും. പിന്നെ അത് എത്തിയില്ല എന്ന് വെച്ചിട്ട് നിർത്താനും ഉദ്ദേശമില്ല. ഞാൻ ആർഷക്കിനെ പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നൊന്നും ആരും കണ്ടില്ല എന്ന് വരും. ചിലപ്പോൾ കൂടെ ഉള്ള ഒരു 10 ആൾക്കാർ കാണുള്ളായിരിക്കും. എന്നാലും അത് മതി. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാന്നുള്ളൊരു ധൈര്യത്തിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ. അതേപോലെ തന്നെ നമുക്കിതൊരു പാഷനാണ് ബേസിക്കലി. അപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആലോചിക്കാന്നുള്ള മൈൻഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇസ് പറഞ്ഞ പോലെ നമുക്കിത് ഭയങ്കര തല്ലിപ്പൊളി രീതി തുടങ്ങണം ഇല്ലായിരുന്നു. ഇടയ്ക്ക് ഇസ്സു എന്ന് പറയും, ഇടയ്ക്ക് ഹിസാൻ എന്ന് പറയും. അതെന്താ പറയുക, നാട്ടിൽ വിളിക്കുന്ന പേര് ഇസ്സു, ഭയങ്കര അതാണ് കൺഫ്യൂഷൻ ആവുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ടാണ് എന്ത് നിങ്ങളപ്പോൾ അത് എന്താക്കണം, ആ സാധനങ്ങളൊന്ന് മനസ്സിൻ്റെ ഉള്ളിൽ വെക്കണം. എന്നിട്ട് നമ്മള് ഭാവിയിൽ നമ്മള് എടുക്കുക, നിങ്ങൾ അവിടെ എത്തിയല്ലോ എന്ന് പറയുമ്പോൾ ആൾക്കാർ വേണം. ഇതാണ് നമ്മളെ ഒരു ഫ്യൂച്ചറിൽ ആരെങ്കിലൊക്കെ കൊണ്ടുവരാനൊക്കെ പറ്റട്ടെ. ഞാനത് അപ്പം തന്നെ പറഞ്ഞു.
ബേസിക്കലി നമുക്ക് കുറെ ആൾക്കാർ അങ്ങനെ അറിയൊന്നുമില്ല, പക്ഷെ നമ്മളെ ലൊക്കാലിറ്റിയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സ്കിൽഡ് ആയിട്ടുള്ള, അതായത് അവരവരുടെ മേഖലയിൽ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുള്ള ഒരു ലൊക്കാലിറ്റിയിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ താമസ സ്ഥലം ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ആക്ച്വലി രണ്ടുപേരും കോഴിക്കോടാണ്. സംസാരം കേട്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും കോഴിക്കോടാന്നുള്ളത്. അപ്പോൾ ഏകദേശം ഈ ഒരു തെക്കേപ്പുറം കുറ്റിച്ചിറ ആ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയാലും ഈ സ്പോർട്സ് മേഖലയിലാണെങ്കിലും അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാടുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഗസ്റ്റുകളെ കാര്യങ്ങളെ കിട്ടാൻ വലിയ പാടൊന്നുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തണം. നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളെ ആ റെസ്പെക്ട് അവർക്ക് കൊടുത്തിട്ട് അതിനുള്ള ഒരു സെറ്റപ്പും അങ്ങനെ ഗ്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിയിട്ട് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ അത് ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ ചിന്തിക്കും. എന്തായാലും അങ്ങനെ ആൾക്കാരെ കൊണ്ടുവരണം ആഗ്രഹം ചിന്തിക്കാൻ എന്റെ ഒരു അഭിപ്രായത്തില് കുറെ സാധനങ്ങൾ നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കണം. പക്ഷെ അതൊന്നും നമുക്ക് ഇപ്പം ബേസിക്കലി എന്താ പറയാ ചെയ്യാൻ ഉള്ള ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം, ഇത് നമ്മളെ രണ്ടുപേരും വണ്ടിയോ പോകുമ്പോഴും അല്ലാതെ അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. അത് ടൈമില്ലാതെ 1, 2, 3, 4 മണിക്കൂറൊക്കെ ഇങ്ങനെ സംസാരിക്കും. പക്ഷെ ഒരു ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് എത്ര നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും? അത് ബ്രേക്ക് ആയി പോരുതല്ലോ. അതായത് ആ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പോയില്ലേ. അപ്പൊ ആ ബ്രേക്ക് വരാതെ എങ്ങനെ അത്രയും ടൈം ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ പറ്റും എന്നുള്ളത്, ഒന്നെങ്കിൽ ഞാൻ സംസാരിക്കണോ അല്ലെ ഹർഷ സംസാരിക്കണോ. നമ്മള് പറഞ്ഞ ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാല്, അഥവാ ഞാൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ സംസാരിക്കണോ, ഇപ്പം ബ്രേക്ക് ആവുകയാണെങ്കിൽ ഞാൻ സംസാരിക്കണം. അതേ നമ്മള് പറഞ്ഞേ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മള് ബേസിക്കലി നമ്മള് കുറെ കാലങ്ങളായിട്ട് ചെയ്ത പരിപാടി പറയുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. നമ്മള് കടന്നു വന്നിട്ടുള്ള വഴി ഇതിന് ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയണോണ്ട് ഉണ്ടാക്കി പറയലൊന്നും ഉള്ള കാര്യങ്ങൾ പഠിച്ചിട്ടും പറയല്ല. ആ ഒരു എക്സ്പീരിയൻസ് പറയുന്നതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് കുറച്ചും കൂടി. പക്ഷെ എന്നാലും ക്യാമറ നോക്കി പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ക്യാമറ നോക്കാൻ കഴിയില്ല. നമ്മള് ജസ്റ്റ് ഒരു ട്രയൽ മാതിരി എടുത്ത് നോക്കിയിരുന്നു കുറച്ച് ദിവസം മുന്നേ. പക്ഷെ അപ്പോഴും നമ്മള് കുറെ നേരം സംസാരിച്ചു. നമ്മള് വിചാരിച്ചില്ല അത്ര നേരം, ഒരു മണിക്കൂറോളം സംസാരിച്ചു. പക്ഷെ അത് നമ്മളെ ക്യാമറ നോക്കി ഇങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞ് സംസാരിച്ചല്ല, നമ്മള് ജസ്റ്റ് കോമൺ ആയിട്ട് സംസാരിച്ചു. പക്ഷെ അത് ഈ ക്യാമറ നോക്കി പറയാന്ന് പറഞ്ഞാല് ശരിക്കും ഹാർഡാണ്. അതെങ്ങനെ അത് ചെയ്യുന്നത് അതിന് വേറെ തന്നെ ഒരു ധൈര്യം വേണം. അപ്പൊ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, യൂട്യൂബേഴ്സിന്റെ ഒക്കെ ധൈര്യം, ഒരുണ്ടാക്കുന്ന മണി ആയാലും എന്തായാലും അത് അത്രയും ഹാർഡ് വർക്കും അത്രയും ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ വെറുതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ക്യാമറ ഇട്ട് ഇങ്ങനെ ഇറങ്ങിയാൽ മതിയല്ലോ എന്നുള്ളൊരു കാഷ്വലി പറയുന്ന ഒരു കാര്യമാണ്. ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ആർക്കും വ്ളോഗർ ആവാം, ആർക്കും ആവാം. പക്ഷെ അത് ആ ഒരു ധൈര്യം വേണം. ഓരോ ആളുകളെ സ്റ്റൈൽ, ഓരോരു ക്യാമറയുടെ മുന്നിൽ ആ സ്റ്റൈല് ഒരു കീപ്പ് ചെയ്യില്ലേ, അതൊക്കെ കീപ്പ് ചെയ്തിട്ട് ഇത്രയും നേരം ആ ക്യാമറയുടെ മുന്നിൽ നിൽക്കാന്ന് കഴിഞ്ഞാല്, കാരണം എനിക്കിപ്പം തന്നെ കുറെ നേരം ക്യാമറ നോക്കുമ്പോ എന്തോ ഒരു എന്താ പറയാ ഒരു പ്രശ്നമാണ്. അതെ, ആ സാധനം അടിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അധികം ഇസാന്റെ മുഖത്ത് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ക്യാമറനെ നോക്കണേ ഇസാ ഇങ്ങനെ ക്യാമറയിൽ നോക്കിയിട്ട് സംസാരിച്ചാലേ ഇനി റെഡി ആവുള്ളൂ. അപ്പൊ ഞാൻ അധികം നോക്കണത് ഇസാനായിരിക്കും. കണ്ടാ ഞാൻ മനസ്സിലാവും ഭയങ്കര. അപ്പൊ ശരിക്കും നടന്മാരൊക്കെ അഭിനയം പിന്നെ വേറെ മേഖലയാണ്. അത് തൊടണ്ട തന്നെ, അത് തൊടാതിരിക്കുന്ന ബെറ്റർ. അവര് ക്യാമറ ഉണ്ടായിട്ടും ഇല്ലാത്ത പോലെ നിന്നിട്ടില്ലേ. പിന്നെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാരെന്ന് പറഞ്ഞാല് അത്ര എഫേർട്ട് ഓരോ ഭാഗത്തും തന്നിട്ടുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ. ഒരു പോയിന്റിൽ അങ്ങനെ ഒരു തോട്ട്, അതായത് നിർത്തിയാലോ എന്നുള്ളൊരു തോട്ട് വരാതെക്കാനുള്ള റീസണും അങ്ങനത്തെ ആൾക്കാർ തന്നെയാണ്. ഇപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ബ്രദർ, സിസ്റ്റർ. ഞാൻ എടുത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അർഷക്കിന്റെ ആയാലും, അർഷക്കിന്റെ ഒരു കസിൻ ബ്രദറാണ് ഈ ഒരു സെറ്റപ്പിന്റെ ഒരു ബേസിക് ഐഡിയ തന്നത്. പുള്ളി ഒരു ചാനൽ നടത്തിയിരുന്ന ആളാണ്. ഷഹബാസ് എന്നാണ് പേര്. എനിക്ക് ചാനലിന്റെ പേര് കറക്റ്റ് എനിക്ക് അറിയില്ല. പിന്നെ എന്റെ സിസ്റ്റർ ഇതേപോലെ ഞാൻ പറഞ്ഞു ചാനലോട്. പക്ഷെ ഇവരെ അതൊക്കെ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവരൊക്കെ ഇപ്പൊ ദേ ആർ നോട്ട് ആക്റ്റീവ്. ഈസാന്റെ പെങ്ങളും എനിക്ക് തോന്നുന്നത് ചാനലുണ്ട്. അപ്പൊ ഇവരൊക്കെ ചാനൽ തുടങ്ങിയിട്ട് ദേ ആർ നോട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആവണം എന്നുള്ള ഒരു സാധനം. അതിപ്പോ നമ്മള് പറയുന്നത് നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. അതെ, നമ്മളൊരു ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താ പറയുക, ഇതൊക്കെ നമ്മൾ കമ്മിറ്റ്മെന്റാ. ഒരാളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് നാളെ ആലോചിച്ച ഞാൻ അതൊക്കെ പറഞ്ഞാണല്ലോ, നമ്മൾ ചെയ്യണല്ലോ. പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇത് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സ്പോട്ടിഫൈയിലേക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ സ്പോട്ടിഫൈയിൽ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളുണ്ട് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്ത് നമ്മൾ ഫസ്റ്റ് തന്നെ സ്പോട്ടിഫൈ യൂട്യൂബും ചെയ്യാന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ
സ്പോട്ടിഫൈ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ സ്പോട്ടിഫൈയിലേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് അത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് മുതൽ സ്പോട്ടിഫൈയിലും യൂട്യൂബിലും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കറൻ്റ്ലി ഇപ്പോൾ യൂട്യൂബിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞത് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ. അത് ഞാൻ എന്നോട് അന്നേ പറഞ്ഞാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂടാണ് എടാ അങ്ങനെ പറഞ്ഞല്ലടാ എന്ന് വെച്ചാൽ അത് ഞാൻ എന്നോട് അന്നേ പറഞ്ഞ അല്ല നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ പറഞ്ഞ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിറ്റി. കാരണം ഞാൻ മോഡ്യൂളിസ്റ്റാണ്. അപ്പോൾ ബേസിക്കലി ഞാൻ ചില ഒരു സാധനം എക്സ്ട്രാ തുടങ്ങണം എന്നുള്ളത് ഇങ്ങനെ വേറെ ഫ്രണ്ട്സുകളായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് തുടങ്ങുകയാണെങ്കിലും ഇപ്പോൾ ഞാനാണെങ്കിലും ഈശാനാണെങ്കിലും നമ്മളെ ഫ്രണ്ട്സ് ആര് തുടങ്ങുകയാണെങ്കിലും നമുക്ക് നമ്മളെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിൽ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. നമ്മുടെ ഫാമിലിയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അറിയാത്ത ആൾക്കാർ അതാണ് ബേസിക്കലി അറിയാത്ത ആൾക്കാർ ഈ നമ്മളെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്. കാരണം അവരെപ്പോഴും നമ്മളെ ചിലപ്പോൾ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യും. ആടാ ഇത് കറക്റ്റാണ്, ഇത് ഓക്കെയാണ്, ഇതെല്ലാം. കാരണം അവരെ ത്രൂ നോക്കുമ്പോൾ അവർ ഇവര് അത് അങ്ങനെ നമ്മളങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവരത് ഡൗൺ ആയി പോകും അല്ലെങ്കിൽ അത് തുടങ്ങാതെ വെക്കുമോ എന്നുള്ള ചിന്തകളൊക്കെ വരും. ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതിനാൽ ഒരു 50-100 ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു 50 കമന്റ്സ് നമ്മളെ ഫാമിലി റിലേറ്റീവ്സ് കസിൻസിന്റെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരാളെ പേര് നമ്മൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിലായിരിക്കും നമ്മൾ ഏറ്റവും ഭയങ്കര ഹാപ്പി ആവും. കാരണം നമ്മൾ അറിയാത്ത ആള് കാണുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ അതിലേക്ക് എത്തി എന്നുള്ളത്. കാരണം നിങ്ങളൊക്കെ അറിയാൻ എന്തായാലും ഈസിയാണ്. കാരണം നമ്മൾ ഇനി ലിങ്ക് ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഫാമിലി റിലേറ്റീവ്സ് ഈ ഒരു സർക്കിൾ കവർ ആവും. പക്ഷെ അതല്ലാതെ ഈ പുറത്തുള്ള ആൾക്കാർ അറിയുമ്പോഴും ഈ പുറത്തുള്ള ആൾക്കാർ കാണുമ്പോഴും അവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും ഇനി അവർ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് പറയുമ്പോഴായിരിക്കും അതിലൊരു അതൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതാണ്. അത് ഉള്ളപ്പോഴായിരിക്കും അവർ അതാണ് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഒരു കമ്മ്യൂണിറ്റി മോൾഡ് ചെയ്തെടുക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ ഓരോ ഒപ്പീനിയൻസ് നമ്മൾ കേൾക്കാനും. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെ പാർഷക്ക് പറയുന്ന പോലെ പക്ഷെ എപ്പോഴും പറയുന്നതാണ് നമുക്ക് എന്തെങ്കിലും കണ്ടന്റിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടന്റ് കിട്ടായ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരോട് ചോദിക്കാം, കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരോട് ചോദിക്കാം എന്തിനെ പറ്റി പറയാനാണ് താല്പര്യം അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് ഇനി അടുത്തത് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയാൻ പറ്റും. അത് ഭയങ്കര അഡ്വാൻറ്റേജാണ്. അത് ഞാൻ പറയണ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഭയങ്കര ടഫ്. കാരണം ഇപ്പോൾ പല ആളുകളും വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ല ഈ ഒരു കമ്മ്യൂണിറ്റി ഈസ് ഇറ്റ് റിയൽ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്നു. അങ്ങനെ എത്തുന്ന ആളുകളാണ് അധികവും വലുതാവുന്നത്. അല്ലെങ്കിൽ അവരാണ് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഞാൻ പറയണ എല്ലാവരും കേട്ടോ ഈക്വലി ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു പണിയാണ്. അത് ബിൽഡ് ചെയ്യുന്ന ആളുകളെ സമ്മതിക്കും വേണം. അപ്പം ഞാൻ പറയില്ല അപ്പം അങ്ങനെ ഒരു സാധനം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരാനുള്ള ഭയങ്കര വലിയൊരു പാത്താണ് അത്. അപ്പൊ ഭയങ്കര മോട്ടിവേഷൻ ആണ് അത് അങ്ങനത്തെ സാധനം കിട്ടുമ്പോൾ. അത് ഈ ഒരു മേഖല മാത്രമല്ല പറഞ്ഞു ഏതൊരു കാര്യത്തിലായാലും അങ്ങനത്തെ ഉള്ള ആൾക്കാർ വരുമ്പോഴാണ് അത് ആ ഒരു ഗ്രോ ചെയ്യുള്ളൂ. കാരണം ഈശാൻ പറഞ്ഞ പോലെ നമ്മളെ ഫാമിലീസ് ആണെങ്കിൽ നമ്മളെ ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ യൂട്യൂബിൽ ചെയ്യുന്ന കമന്റ് ഒക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും. ചില ആളുകൾ നമുക്ക് പുറത്തുനിന്നും പറഞ്ഞു തരും, എടാ ഞാൻ നിങ്ങളെ അവിടെ ചിലപ്പോൾ മോശമാക്കേണ്ട വെച്ചിട്ട് കമന്റ് ഇട്ടാണ്. പക്ഷെ ഇതൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക്കലി നേരിട്ട് കാണുമ്പോൾ കളിയാക്കുകയാണെങ്കിൽ ഒരു പറയും എടാ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്തുകൂടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറയണത് വെച്ച് കഴിഞ്ഞാൽ തികച്ചും സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ പറയാന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തൊരു സാധനം ഒരാൾ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റാണ്. ഒരാളാണ് ഒരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ പോലും അത് അങ്ങനെ തന്നെ. അപ്പൊ അതാണ് നമ്മളെ വേറെ ഒരു സെയിം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നാളെ നമ്മളോ നമ്മളെ ഫാമിലിയിൽ ആരാണ് എന്തെങ്കിലും ഒരു പുതിയൊരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കുമ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയും അവരെ കൂടെ ഉണ്ടാവാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കാര്യം. അതാണ് നമ്മളെ വേറൊരു എയിം. വേറൊരു കാര്യം എനിക്ക് പറയാൻ വിട്ടതാണ്, നമ്മൾ ഈ ഇനീഷ്യലി ഞാൻ പറഞ്ഞില്ലേ ഞാൻ 2022 ഈ കാര്യത്തിനെ പറ്റി ആലോചിച്ച് പിന്നെ ആ തോട്ട് ഇപ്പം വീണ്ടും വരാറുള്ള ഈ ഒരു മെയ് സമയത്ത് വരാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഇവിടെ ഒരു ഫുട്ബോൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒരു ട്രെയിനിങ് സെഷൻ പോലെ. ഫുട്ബോൾ സ്പോട്ടെക് എന്ന് പറഞ്ഞിട്ട് മലബാർ ഫുട്ബോൾ അക്കാഡമി അടുത്തുനിന്ന് നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് തന്നെയാണ് കോച്ചൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇവർ ഇതേപോലെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ രണ്ടാൾക്കാരും പോകുന്നുണ്ട്, റെഗുലറായിട്ട് പോകുന്ന ആൾക്കാർ ഇപ്പോൾ കുറച്ചാണ്. അപ്പോൾ റെഗുലറായിട്ട് പോകുന്ന ആൾക്കാരാണ്. വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് മാച്ചസും കാര്യങ്ങളും ട്രെയിനിങ് സെഷൻസും എല്ലാം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് കഴിഞ്ഞ് സെമി ഫൈനലൊക്കെ നടക്കുന്ന സമയത്ത് എന്നോട് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് റക്കീബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റക്കീബിനെ കോൾ ചെയ്തിട്ട് പറഞ്ഞ ഇങ്ങനെ ഈ സ്പോട്ടൊക്കെ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ്
അന്ന് എനിക്ക് തോന്നുന്നു ആ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ഇന്റർ ബാർസ സെമി ആ സമയത്ത് ആ സെക്കൻഡ് സ്റ്റേജാണ്, സെക്കൻഡ് ലെഗ് നടന്നിട്ടില്ല. അപ്പൊ നമുക്കൊരു പോഡ്കാസ്റ്റ് ഇരുന്നിട്ട് നമുക്ക് സംസാരിച്ചാലും ജസ്റ്റ് ഫണ്ണായിട്ട് നമ്മള് ഫ്രണ്ട്സ് ആണ്. ആ സമയത്ത് എന്തോ ഒരു സ്റ്റുഡിയോ പോലത്തെ സെറ്റപ്പ് അവരെന്തൊക്കെ നോക്കിയിരുന്നു, എന്തൊക്കെ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കൊണ്ട് ഒരു ഇനി വരുമോന്നുള്ള അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് പിന്നെ രണ്ടാമത് ആ ഒരു തോട്ടിന്റെ തലയിലേക്ക് വരുന്നത്. അപ്പോൾ റക്കീബ് പറഞ്ഞ്, അതായത് എനിക്ക് പേഴ്സണലി ഐ മീൻ തോട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് കണ്ടോണ്ടാണ് അന്ന് ആ തോട്ട് അവിടെ വിട്ടത്. പക്ഷെ റക്കീബ് അന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, ചെയ്താലോ അങ്ങനെ ചെയ്താൽ അപ്പൊ ഞാൻ വെച്ചു നടാ നമ്മള് ചെയ്താൽ അത് റെഡി ആവോ, കാരണം അത് ക്യാമറന് മുന്നിലൊന്നും ഇല്ല, നമ്മൾ അറിയുന്ന ആൾക്കാരല്ലേ. അതായത് ബാർസലോണ ഫാനായിട്ട് എന്നെ വിളിച്ച്, അതേപോലെ തന്നെ വേറെയും കുറച്ച് അവിടെ ഉള്ള ആൾക്കാരൊക്കെ കുറച്ച് വേറെ വേറെ ആൾക്കാരെ ഐ മീൻ വേറെ വേറെ ക്ലബ്സിന്റെ ഫാനാണ്. അപ്പൊ അങ്ങനെ നമുക്ക് സംസാരിക്കാനുള്ള രീതിയിൽ അപ്പൊ ഞാൻ റക്കീബിന് പറഞ്ഞാൽ നോക്കാന്ന് പറഞ്ഞു. പക്ഷെ അതെന്തോ കാരണങ്ങളാൽ എന്താന്ന് അറിയില്ല, നമുക്ക് അത് നടന്നില്ല. അപ്പൊ അതാണ് പിന്നീട് ഈ രണ്ടാമത് ഈ ഒരു ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. അത് ഞാൻ റക്കീബിന്റെ പേര് എടുത്തു പറഞ്ഞത്, കാരണം റക്കീബ് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഈ തോട്ട് വീണ്ടും വന്നത്. അപ്പോ ഓൾമോസ്റ്റ് നമ്മളെ ടൈം ഏകദേശം നമ്മൾ അച്ചീവ് ചെയ്ത് തോന്നണേ മൈൻഡ് അപ്പ് ചെയ്യാന്നാ വിചാരിക്കുന്നത്. അപ്പൊ എന്ത് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും, എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും, എന്ത് നല്ലത് എന്തുണ്ടെന്നുണ്ടെങ്കിലും, മോശം എന്തുണ്ടെന്നുണ്ടെങ്കിലും, എന്ത് കാര്യങ്ങളാണ് ഇപ്പൊ ഈവൻ നമ്മൾ പറഞ്ഞ ലൈറ്റിനോ സ്റ്റുഡിയോനെ പറ്റി പറയുന്നത്, ഈവൻ അതാണെങ്കിൽ പോലും പറയണം. ഇനിയിപ്പോ അത് കമന്റ് സെക്ഷനിൽ എല്ലാവരും ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല. അപ്പൊ പറയാൻ പേഴ്സണൽ ആയിട്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്രിറ്റിസിസം ഏറ്റെടുക്കാത്ത ആൾക്കാരൊന്നുമല്ല. പർഷക്കായാലും ഞാനായാലും പറയുന്ന കാര്യങ്ങൾ ഒക്കെയാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മളത് എന്തായാലും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ അത് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇങ്ങനത്തെ വീഡിയോസോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ആവുക. നമ്മളെ പരിചയമുള്ള ആൾക്കാരാണെന്നുള്ളത് കൊണ്ട് മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല. വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടന്റ് ഒന്നും പോരാന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണം. അപ്പോ കാരണം അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് യൂട്യൂബിൽ നമുക്ക് അറിയാൻ പറ്റും അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ കണ്ടന്റ് ഇസ് വെരി വീക്ക് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇന്ന് ഫസ്റ്റ് എപ്പിസോഡ് ബേസിക്കലി ഒരു പോഡ്കാസ്റ്റ് ലൈനിലല്ല പോയത്, കാരണം നമ്മള് ഫുള്ള് ക്യാമറ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോ നെക്സ്റ്റ് എപ്പിസോഡ് മുതൽ നമ്മളൊരു ടോപ്പിക്കായിട്ട് വന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ ശ്രമിക്കും. അപ്പോ നമുക്ക് റെഗുലാരിറ്റി ഒക്കെ അപ്പം പറയാൻ പറ്റും. അപ്പൊ എത്ര ടൈം ഇന്റർവെൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ള ഒരു പ്ലാനൊക്കെ അപ്പൊ കിട്ടും. അപ്പൊ അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. ബൈ. അപ്പോ ബൈ രണ്ടാള് ഭാഗത്തുനിന്നും. It's me, Hisan. This is the co-host, Arshak. Signing off from Tiki Talka.